വലൈക്കും വറഹ്മത്തുള്ളാഹി. എന്തൊക്കെ റാഹത്തല്ലേ? എന്നിട്ട് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടന്നാലോ? അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്സല്ലി അലാ റസൂലിൽ കരീം, അമ്മാ ബഅദ്. ഇന്നത്തെ കാലത്ത് മനുഷ്യൻ എല്ലാവിധ സൗകര്യങ്ങളും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വശത്ത് മനുഷ്യൻ വളർന്ന് ആധുനിക സംവിധാനങ്ങൾ മുഴുവനും അവന്റെ കരങ്ങളിലേക്ക് വരുമ്പോൾ, മറുവശത്ത് മനുഷ്യനിൽ നിന്ന് ധാർമ്മിക മൂല്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ മൂല്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂല്യമാണ് കരുണ. മൃഗങ്ങളിൽ പോലും നിലക്കാത്ത കരുണയുള്ളപ്പോൾ വലഖദ് കറംനാ ബനി ആദമ എന്ന് അള്ളാഹു പറഞ്ഞ ഈ മനുഷ്യനിൽ നിന്ന് കരുണ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം വെച്ചാൽ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് മനുഷ്യൻ എന്ത് നീചത്തരത്തിനും മടിക്കാത്ത ഒരു കാലഘട്ടം. പണം പണം പണം. മനുഷ്യന്റെ ലക്ഷ്യങ്ങൾ, അവന്റെ സ്വപ്നങ്ങൾ, താല്പര്യങ്ങളൊക്കെ ഈ ദുനിയാവും അതിന്റെ അലങ്കാരങ്ങളും ആവുമ്പോൾ അതിന് വേണ്ടി അവന് എന്ത് തോന്നിവാസനങ്ങളും വൃത്തികേടുകളും ചെയ്യാൻ മടിക്കുന്നില്ല എന്നുള്ളതാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, പിഞ്ചോമന പൈതങ്ങൾ ഭക്ഷണം കിട്ടാതെ കിടക്കുമ്പോൾ നമ്മൾ എല്ലും തോടുന്നൊക്കെ പറയില്ലേ, അതുപോലെ എക്സ്റേ എടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അത്തരത്തിൽ അവിടെ എല്ലുകൾ പുറത്ത് കാണുന്ന തരത്തിൽ പട്ടിണി കിടക്കുമ്പോൾ ആ പൈതങ്ങൾക്ക് വേണ്ടിയിട്ട് അതിർത്തിയിൽ കണ്ടെയ്നറിൽ കാത്തു നിൽക്കുമ്പോൾ അത് തുറന്നു കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, അതിനെ സപ്പോർട്ട് ചെയ്യുകയും അനുകൂലിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം. ഇത്തരത്തിൽ മനുഷ്യ ഹൃദയങ്ങളിൽ നിന്ന് കരുണ എന്ന ഗുണം ഇല്ലാതാവുമ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ പ്രസക്തി ആർജിക്കുകയാണ്. ഇമാം തിർമിദി അദ്ദേഹത്തിന്റെ ജാമിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഹദ്ദസന ഇബ്നു അബി ഉമർ ഖാല ഹദ്ദസന അൻ അബ്ദി ദിനാർ അൻ അബി ഖാബൂസ് അൻ അബ്ദുല്ലാഹി ഇബ്നു അംർ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർറഹിമൂന യർഹമുഹുർ റഹ്മാൻ യർഹമു മൻ ഫിൽ അർദ് യർഹംകും മൻ ഫിസ് സമാ. കരുണ കാണിക്കുന്നവരോട് റഹ്മാനായ അല്ലാഹു കരുണ കാണിക്കും എന്ന് പറഞ്ഞിട്ട് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കരുണയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറയാണ് യർഹമു മൻ ഫിൽ അർദ്. ഇമാം തുയ്യിബി അതിനെ വ്യക്തമാക്കിയിട്ട് പറയുന്നുണ്ട്, ഇവിടെ ആമായ ഒരു പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് മനുഷ്യനോട് മാത്രം പൊരുത്തപ്പെട്ട് കിടക്കുന്ന ഒന്നല്ല, മറിച്ച് മൃഗങ്ങളോടും മറ്റു ജന്തുജാലങ്ങളോടും എല്ലാത്തിനോടും കരുണ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പദമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എന്നിട്ട് അതിന്റെ ജവാബായിട്ട് വരുന്ന ഇർഹംകും മൻ ഫിസ് സമാ എന്നിടത്ത് മലക്കുകളെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുക, അവർ നമുക്ക് വേണ്ടി പാപമോചനം തേടുക എന്നൊക്കെ പറയുമ്പോൾ ഈ ദുനിയാവിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ നേട്ടങ്ങളാണ് ഇതൊക്കെ. അതിനപ്പുറത്തേക്ക് അള്ളാഹു തന്നെയാണെന്ന് പറയുന്നുണ്ട്. ഇതിലൂടെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരുണ എത്ര വിശാലമാണെന്ന് നമുക്ക് ബോധ്യമാണ്. ഈ കരുണയെ നമുക്ക് 3 വിഭാഗമാക്കിയിട്ട് തിരിക്കാൻ പറ്റും. അതിലൊന്നാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ സ്വന്തം വർഗമായ മനുഷ്യൻ തന്നെയാണ്. വ്യക്തമാക്കിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് ഇൻസാൻ, 2 ഹയവാൻ, 3 ഗൈറുഹു. അവിടെ ബാക്കിൽ കാണുന്നില്ലേ? കാണാത്തവരുണ്ടോ? കാണാത്തുണ്ടെങ്കിൽ കാലം കേട്ടാൽ മതി കേട്ടോ. അപ്പോ നമ്മളിവിടെ വന്നില്ലേനോ അബ്ദുള്ള മാറൂഫി, അദ്ദേഹം ഇമാം തിർമിദിയുടെ ശർഹ എഴുതുന്ന അദ്ദേഹത്തിന്റെ കിതാബിൽ ഇതിങ്ങനെ തന്നെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോ ഈ ഇൻസാൻ നമ്മൾ ആദ്യം കൊണ്ടുവന്നു. ഇവിടെ മന്നെന്ന ആക്കലിന് വേണ്ടിയിട്ടുള്ള പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ബോധ്യമാണ് കരുണ ചെയ്യപ്പെടാൻ ഏറ്റവും അർഹൻ മനുഷ്യൻ തന്നെയാണെന്നുള്ളത്. എന്നാൽ ഈ മനുഷ്യനെ നമുക്ക് 2 വിഭാഗമാക്കി തിരിക്കാൻ പറ്റും. അതിലൊന്നാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ നമ്മോട് കരുണ കാണിക്കുന്നവർ, നമ്മെ സ്നേഹിക്കുന്നവർ, നമ്മെ ചേർത്ത് പിടിക്കുന്നവർ, ഇവരോടൊക്കെ കരുണ കാണിക്കുമെന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമാണ്. എന്നാൽ രണ്ടാമത്തെ വിഭാഗം ശ്രദ്ധിക്കണം, ഇതാണ് നമുക്ക് കുറച്ച് പ്രയാസമുള്ള ഒരു കാര്യം. ഇവരോട് കരുണ കാണിക്കുമെന്ന് പറയുമ്പോൾ അഥവാ നമ്മോട് കരുണ കാണിക്കാത്തവർ, നമ്മെ അകറ്റി നിർത്തുന്നവർ, നമ്മെ കുറ്റപ്പെടുത്തുന്നവർ, ഇവരോടൊക്കെ എങ്ങനെയാണ് കരുണ കാണിക്കാൻ ചോദിക്കുമ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അതാണ് നമുക്ക് വ്യക്തമാക്കി തരുന്നത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ വരുന്നുണ്ട്, ഞാൻ ഇബ്തങ്ങളുടെ കൂടെ നടന്നു പോകുമ്പോൾ ഒരു അറാബിയായ മനുഷ്യൻ കടന്നു വന്നിട്ട് ഇബ്തങ്ങളുടെ തോളിലുണ്ടായിരുന്ന തട്ടം ശക്തിയായിട്ട് വലിക്കുകയാണ്. എന്നിട്ട് ഞാൻ തങ്ങളുടെ കഴുത്തിലേക്ക് നോക്കിയപ്പോൾ അവിടെ പാടുകൾ വന്നിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് ആ അറാബിയ മനുഷ്യൻ പറയാണ്, അല്ലയോ മുഹമ്മദേ, അള്ളാഹുവിന്റെ ധനത്തിൽ നിന്ന് നിന്റെ അടുക്കൽ എനിക്ക് തരാൻ വേണ്ടിയിട്ട് പറ എന്ന് പറഞ്ഞപ്പോ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിലേക്ക് തിരിഞ്ഞിരുന്ന് ചിരിക്കുകയാണ്. എന്താണ് അദ്ദേഹത്തിന് വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് പറയാൻ പ്രവാചകന്റെ കാരുണ്യം. എന്നാൽ രണ്ടാമത്തെ വിഭാഗം ഹയവാൻ, മൃഗങ്ങളോടുള്ള കരുണ എന്ന് പറയുമ്പോ
പകൽ മുഴുവനും നോമ്പെടുക്കുന്ന ഒരു സ്ത്രീ അവളൊരു പൂച്ചയെ കെട്ടിയിട്ട് പട്ടിണി കിട്ടതിന്റെ പേരിൽ നരകത്തിലാണെന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകർ പറഞ്ഞത്. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ വളരെ നിസാരമായിട്ട് കാണുന്ന ഒരു പൂച്ച. നമ്മുടെ വീടുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ ഉമ്മമാരെ ചുറ്റപ്പറ്റിയിട്ട് ഇങ്ങനെ അടുക്കളയിലൂടെ നടക്കുന്നുണ്ടാവും. നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ ഐസ്ക്രീം ബന്ധമായിട്ട് ഒരു ഒറ്റ തട്ട ഇങ്ങനെ നമ്മൾ വില കുറച്ച് കാണുന്ന ഈ ഒരു പൂച്ച ഇതിനെ ഉപദ്രവിച്ചതിന്റെ പേരിൽ ആബിദത്തായ ഒരു സ്ത്രീ നരകത്തിലാണെന്ന് പറയുമ്പോൾ മൃഗങ്ങളോടുള്ള കരുണ നമുക്ക് വ്യക്തമാണ്. എന്നാൽ ഗൈറുഹും മൂന്നാമത് നമ്മൾ ഇൻസാന് ഹയവാനും ഒക്കെ പറഞ്ഞു. പിന്നെ എന്തായിരിക്കും ഗൈറുഹും എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പിന്നെ എന്തിനോടായിരിക്കും നമ്മൾ കരുണ കാണിക്കേണ്ടത് എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അതെ, അഥവാ ഈ പ്രപഞ്ചത്തിലെ അള്ളാഹുവിന്റെ ചലനമറ്റ ചില ജീവികളുണ്ട്, വൃക്ഷങ്ങള്, സസ്യങ്ങള്, ചെടികള്, ഇവകളോടൊക്കെ എങ്ങനെയാണ് കരുണ കാണിക്കുന്നത് ചോദിക്കുമ്പോൾ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖിയാമത്ത് സംഭവിക്കുന്നതിന് മുമ്പ് ഒരു തൈ നടാൻ എന്നെ കൊണ്ട് സാധിക്കുമെങ്കിൽ അത് ചെയ്യുക. മാത്രമല്ല യുദ്ധസമയത്ത് പോലും അനാവശ്യമായിട്ട് വൃക്ഷങ്ങളെ വെട്ടി നശിപ്പിക്കുന്നിടത്തും തൊട്ടും തങ്ങൾ വിലക്കുകയും ചെയ്തു. ഇതാണ് പ്രപഞ്ചത്തോടുള്ള കരുണ. അതുകൊണ്ട് തന്നെ നമ്മൾ പരസ്പരം കരുണ കാണിക്കുക. തീർച്ച റഹ്മാനായ അള്ളാഹു നമ്മോട് കരുണ കാണിക്കും. അള്ളാഹുവിന് 100 കരുണയുണ്ട്. അതിൽ ഒരൊറ്റ കരുണ മാത്രമാണ് അവൻ ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ മാതാപിതാക്കൾ നമ്മോട് കാണിക്കുന്ന കരുണ, നമ്മൾ പരസ്പരം കാണിക്കുന്ന കരുണ, എന്ത് കണ്ടാലും കടിച്ചു കീറുന്ന വന്യമൃഗങ്ങളും വിഷജന്തുക്കളും അവറ്റങ്ങളുടെ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന കരുണ, ഇതൊക്കെ ഒരൊറ്റ കരുണയിൽപ്പെട്ടതാണെന്ന് പറയുമ്പോൾ ബാക്കി 99 കരുണ അവൻ ആഖിറത്തിലേക്ക് വേണ്ടി മാറ്റി വെച്ചേക്കാണ്. ചുരുക്കത്തിൽ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പരസ്പരം കരുണ കാണിക്കുക. നമ്മോട് കരുണ കാണിക്കുന്നവരും കരുണ കാണിക്കാത്തവരോടും, എല്ലാ മനുഷ്യരോടും, ജീവജാലങ്ങളോടും, ജന്തുക്കളോടും, എല്ലാത്തിനോടും കരുണ കാണിക്കുക. എങ്കിൽ റഹ്മാനായ അള്ളാഹുവും വാനലോകത്തുള്ളവന്റെ മാലാകമാരും നമ്മോട് കരുണ കാണിക്കുമെന്നതാണ്. അർറഹിമൂന യർഹമുഹുർ റഹ്മാൻ യർഹമു മൻ ഫിൽ അർളി യർഹംകും മൻ ഫിസ് സമ. പരസ്പരം കരുണ കാണിക്കുക. അങ്ങനത്തെ ഒരു സ്വർഗീയ ലോകമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പിരിയാം. ആമീൻ. വആഖിറു ദഅവതന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.